ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കണില്ല. Good afternoon. Dr. Good Kumar. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. പറഞ്ഞോ കേട്ടോ. Okay, ma'am. ദീപമേ കാത്തുകൊള്ളുക കൈവിടാതെ നാവികൻ ദീപവാപ്തിക്കോരാരിതൻ തോണി നിൻ പദം ഒന്നൊന്നായി തൊട്ടെണ്ണും ഉരുളൊടും പോലുള്ള നിന്നീര സ്പന്ദമാകണം ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതെ ഞങ്ങളെ നാവികൻ ദീപവാപ്തിക്കോരാരിതൻ തോണി നിൻ പദം നിൻ പദം. Signing that thought of the day. Thought of the day ഞാനാണ് മാം. സീമ. Old friends are gold, new friends are diamonds. Don't forget gold because only gold can hold a diamond. APJ Abdul Kalam. Thank you, ma'am. Okay. Signing പറയുന്നുണ്ടോ? എന്നാരാണ്? Okay. നമ്മളപ്പോ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? നീഡ്സ് അല്ലേ? Yes, ma'am. സൈക്കോളജിക്കൽ നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞോ? എവിടെ വരെ എടുത്തിട്ടെന്ന് പറയാവോ? സെമിനാർ തന്നത് അവതരിപ്പിച്ചോ? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാം അത് പ്രസന്റ് ചെയ്തിട്ടില്ല, അത് കൊടുത്തവരാരും ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് റിപ്ലൈ വരാത്തത് കേട്ടോ. അത് തന്നിട്ടില്ല, പ്രസന്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് തന്നിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ഹൈജീൻ ഹാബിറ്റ്സിനെ കുറിച്ച്. റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഹൈജീൻ വരെ എടുത്തിരിക്കുന്നത്. റോൾ ഓഫ് ഇമോഷൻ എടുത്തിട്ടില്ല. ഹൈജീൻ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഓക്കെ. ഹൈജീൻ ഹാബിറ്റിനെ കുറിച്ചിട്ട് ചാർട്ടാണോ പറഞ്ഞത്? അതെ, ചാർട്ട്. പ്രസന്റ് ചെയ്യാനായിട്ട് റെഡി ആയവരും പേരൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി. സൽമ പ്രസന്റ് ചെയ്തോട്ടോ. ഒരു മിനിറ്റാണ് ഞാൻ പിൻ ചെയ്തേട്ട പോലെ കാണാട്ടാ. പേസ്റ്റ് ചെയ്തിരിക്കണേ അല്ലേ? ഓക്കെ ഓക്കെ. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യോ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേന്ന്? മ്യൂട്ടാണ് കേട്ടാ. Rise early in the morning. Brush your teeth twice a day. Take a bath daily twice a day. Wear fresh and clean clothes every day. Pray to God. Sit properly.
Eat slowly and chew well. Focus on food while eating. Avoid overeating. Don't waste food. Use your right hand. Be grateful. Wash your hands before and after every meal. Always wash your face with soap and water. Drinking water regularly. Throw waste in the dustbin. Ask an adult to clip your nails with a nail cutter regularly. Do not eat open food. Respect and grade the adults. Cover your mouth and nose when you cough or sneeze. Wash your hands after playing with the pets. Use soft cloth to clean behind the ears. Comb your hair very gently twice a day. Wash your feet after playing. Eat healthy food. Do exercise. Avoid junk food. Children should do their own work. Always sit while eating. Sleep early. Keeping clean help us stay healthy. Don't pull up the toys. Help the parents. That's all. ഓക്കെ ഏട്ടാ, നന്നായിരുന്നു കേട്ടോ. Thank you. നെക്സ്റ്റ് മൃദുല കേട്ടോ. വരച്ചിരിക്കുന്നതാടാ. മൃദുല വരച്ചതല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഏട്ടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്ദുലേഖ. ഇന്ദു മാം ക്യാമറ സെറ്റ് ശരിയാവുന്നില്ല. ഓൺ ചെയ്ത് നോക്കി. സാധാരണ ക്യാമറ ഓൺ ആക്കുക. അതിന് മുകളിൽ മുകളില് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റൊട്ടേഷൻ ഇല്ല. ചേഞ്ച് ചെയ്യാൻ മുകളിലായിട്ട്. ഓക്കെ സെറ്റ് കാണാം കേട്ടാ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഈ ക്ലാസ്സില് 17 പേര് ഞങ്ങൾ ഒഴികെന്ന് പറയുമ്പോ 15 പേരുണ്ട്. അതിൽ 3 പേരെ കാണിച്ചിട്ടുള്ളൂ. മിസ്സേ എന്റെ ഉണ്ട്, ഞാൻ കേറി, എനിക്ക് കേറാൻ പറ്റുള്ളായിരുന്നു. ഞാനിപ്പൊ കേറിയതേ ഉള്ളൂ. ചെയ്തവരൊന്ന് പറയണോ കേട്ടോ. നെറ്റ് ചെയ്ത് തന്നെയാണോ? ചെയ്യാടാ, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കേടാ, നോക്കാൻ മിനിറ്റ് പിൻ ചെയ്തേ. നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നജി, അപ്സര, സ്നേഹ, റോഷ്ന, രേഷ്മ, ദീപ്തി. എന്ത് പറ്റി മാം? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. പെരുന്നാളൊക്കെ ആയിട്ടായിരിക്കും. പെരുന്നാളൊക്കെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഞായറാഴ്ച പോയതേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഈ നമ്മളിപ്പോ തന്നെ ആക്ടിവിറ്റി നിങ്ങൾ എന്തായാലും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് വൈകേണ്ട സമയത്ത് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിന്റെ ഒക്കെ മാർക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
ദെൻ നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ് ദ റോൾ ഓഫ് ഇമോഷൻസ്. കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്തിന് ഇമോഷൻസ്. നമ്മൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസ്, നമ്മൾ കുട്ടികളുടെ ഇമോഷൻസിന് കുറച്ച് കൂടുതൽ വാല്യൂ കൊടുത്ത് വേണം നമ്മൾ ഓരോ കുട്ടീനെയും എന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും അവൻ മറ്റുള്ള കുട്ടികളോട് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പെരുമാറുന്നത്. The emotion constantly become functional in children's relation to his fellow people, teachers, parents, siblings, and in school and home situation. കുട്ടികളുടെ ഇമോഷൻസ് എവിടേക്ക് കാണിക്കുന്നവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, അവർക്ക് ചിൽഡ്രൻസിന്റെ അടുത്ത്, ടീച്ചേഴ്സിന്റെ അടുത്ത്, പാരന്റ്സിന്റെ അടുത്ത്, സിബ്ലിങ്സ്, അതേപോലെ സ്കൂളും ഹോമിലൊക്കെ അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കാറുണ്ട്. ഒരു ടീച്ചർ, നല്ലൊരു ടീച്ചർ ആണെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻ നല്ല രീതിയിൽ നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് വിഷമോ ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്റെ കുട്ടികളോട് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കിലോടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് വഴക്കോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ലാസ്സിലെ മക്കളോട്, നമ്മുടെ കുട്ടികളോട് ഒരിക്കലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടികളോട് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് നമ്മള് വീട്ടിലായാലും നമ്മള് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടി എന്ന് പറയുമ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വീഡിയോ കണ്ടിട്ട് ഒരു റീല് പോലെ കണ്ടതാണ്, ഞാൻ പറയാം. ഒരു കുട്ടി കുറെ നേരം എടുത്ത് പടം വരച്ചിരിക്കുകയാണ്. അപ്പൊ പടം വരച്ചിട്ട് അതിന്റെ അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോ അത് കൊണ്ട് കാണിച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്ത് ഭയങ്കര ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും, എന്തോ ടെൻഷനുള്ള ഏതോ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞ് പടം ഒന്നും വാങ്ങിക്കാണ്ട് കുട്ടിയെ തട്ടി മാറ്റിയിട്ട് ആ ഫോണിൽ സംസാരം കണ്ടിന്യൂ ചെയ്ത് പോയി. അത് ഒരു പ്രാവശ്യം ചെയ്തു. ഇതേ ഒരു കാര്യം വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഫോണിൽ സംസാരിച്ചപ്പോൾ ടെൻഷനിലൊക്കെയാണ്, കുട്ടി അടുത്തേക്ക് വരുന്നു, അമ്മ പറയാണ് നന്നായിട്ടുണ്ട്, മൊബൈലിൽ വരച്ചോ, അമ്മ കോള് കഴിഞ്ഞിട്ട് വരാം എന്ന് ആക്ഷൻസിലൂടെ പറഞ്ഞു വിടാണെങ്കിൽ കുട്ടി ഏത് സിറ്റുവേഷനാണ് കുട്ടിയുടെ ഇമോഷൻ ഹേർട്ട് ആവാത്തത്? രണ്ടാമത്തെ സിറ്റുവേഷനിൽ കുട്ടിയുടെ ഇമോഷൻ എന്ത് ചെയ്തിട്ടില്ല, ഹേർട്ട് ആയിട്ടില്ല. കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരുടെ ഇമോഷൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുട്ടീനെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. നല്ല സ്നേഹത്തോടു കൂടിയും നല്ല കെയറിങ്ങോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, നല്ല രീതിയിൽ അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫീലിങ്സോ നമുക്ക് ദേഷ്യമൊക്കെ വരും, അത് പെട്ടെന്ന് കുട്ടികളോട് പ്രകടിപ്പിക്കാൻ പാടില്ല. നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതൊരിക്കലും ആരോട് പ്രകടിപ്പിക്കരുത്, കുട്ടികളോട് പ്രകടിപ്പിക്കാൻ പാടില്ല. ഹസ്ബൻഡിനോട് വഴക്ക് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ തർക്കം വരുമ്പോ ഭയങ്കര സൗണ്ടില്, ഹസ്ബൻഡ് പറയണേക്കാളും സൗണ്ടില് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങള് രണ്ടും ഈക്വൽ ആയിട്ട് ഫൈറ്റ് കൂടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മള് അങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവുമ്പോ കുട്ടീനെ അത് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മളിപ്പോ നിസ്സാരം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന ഒരു ഫാമിലി സിറ്റുവേഷൻ ആണെങ്കിൽ അവനും ആ ഒരു ക്യാരക്ടർ അവന് ചെറുപ്പത്തിൽ അത് എന്ത് ചെയ്യും, അത് അക്യൂർ ചെയ്യും. കുട്ടിക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അവനും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവമായിട്ട് മാറും. സോ അവന് ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. നമ്മള് കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാക്സിമം വഴക്കിടാതിരിക്കാൻ നോക്കുക. വഴക്കിടാതെ ഇത്തരം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ വഴക്കിടാം. ഓക്കെ, a good teacher should be conscious of his pupils' emotion as well as his own, that a smooth learning situation can be sustained in the class. നമുക്ക് ക്ലാസ്സിൽ ഒരു സ്മൂത്ത് ലേണിംഗ് സിറ്റുവേഷൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ ഇമോഷൻസിനെ പോലെ തന്നെ കുട്ടികളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. Parents should also be aware of this fact in order to boost healthy growth of their words. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്തിന് പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. On the other hand, pupils have to be assessed to understand and develop their emotion to make them able to lead an adjusted life. അവർക്ക് എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു രീതിയിൽ അവർക്ക് ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. To live smoothly with other pupils and others at home and outside. അവരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അവർ ചെറുപ്പത്തിലെ പഠിച്ചാൽ മാത്രമാണ് അവർക്ക് അവരുടെ പീപ്പിൾസ് ആയിട്ടും മറ്റു സ്റ്റുഡൻസ് ആയിട്ടും അതേപോലെ തന്നെ വീട്ടിലും പുറത്തൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. An individual basic requirement deserve of his value of the life and his life condition also generates his emotion.
അവരുടെ ഇമോഷണൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് ബേസിക് റിക്വയർമെന്റ്സ്, ഡിസോഴ്സ്, ആഗ്രഹങ്ങള്, ഹോപ്സ്, പ്രതീക്ഷകള്, അവരുടെ ലൈഫിനോടുള്ള വാല്യൂ, അതേപോലെ ലിവിങ് കണ്ടീഷൻ ഒക്കെ ഇമോഷണൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചിൽഡ്രൻസ്, ചെറിയ കുട്ടികൾക്ക് സെയിം ഏജിലുള്ള കുട്ടികളിൽ ചില കുട്ടികൾ നല്ല പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കുട്ടികൾ ഒട്ടും പക്വതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു കുട്ടി ഇപ്പൊ 5 years ആണെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഫാമിലിയിൽ അതേ ഏജിലെ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അവരുടെ പെരുമാറ്റം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോ അതെന്തുകൊണ്ടാണ്? ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഷോ ദ സെയിം ഇമോഷൻ ഡിഫറെന്റ്ലി. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അവരുടെ ഇമോഷൻസ് ഡിഫറെന്റ് ആയിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. എന്തിനു പറയണം, ഒരു ഫാമിലിയിൽ തന്നെ വളർന്നു വരുന്ന 2 കുട്ടികൾ, മൂത്താളെ ഇളയാളോ, അതിൽ മൂത്ത കുട്ടി ചിലപ്പോൾ നല്ല മെച്യൂരിറ്റിയോട് കൂടി നല്ല പക്വതയോട് കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇളയ കുട്ടിക്ക് അങ്ങനെ പക്വത കുറവായിരിക്കും. സാധാരണ ഞാൻ കണ്ടു, അത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇളയ കുട്ടികൾ നമ്മൾ കുറച്ച് പുനരിപ്പിച്ചൊക്കെ വളർത്തുന്നത്, സ്നേഹം കൊടുത്ത് ഓവർ കെയറിംഗ് ഒക്കെ കൊടുത്തായിരിക്കും വളർത്തുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല വളർത്തേണ്ടത്. മൂത്ത കുട്ടി എങ്ങനെയാണോ, മൂത്ത കുട്ടി ആദ്യം പെട്ടെന്ന് തന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും. അവർ ഒറ്റയ്ക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ശീലിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇളയ കുട്ടിയെ നമ്മൾ വളർത്തുന്നത്. അല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്താണ്, എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇമോഷണൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറയാൻ പറ്റില്ല സെയിം ഏജിലെ കുട്ടികൾ സെയിം ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുള്ളത്. ഡിഫറെന്റ് ഒരു എന്താ പറയുക, സെയിം ഏജിലെ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഡിഫറെന്റ് ബേസിലായിരിക്കും. വിത്ത് അഡ്വാൻസിങ് ഏജ് ആൻഡ് acquisition of verbal skill, many emotional reactions tend to be high, become substitute expression. For example, mannerism to irritate. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമം വന്നെന്ന് വിചാരിക്കും, ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമാണെങ്കിൽ അവർക്ക് കരയണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ചില മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആൺകുട്ടികളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ പറയില്ലേ, നമ്മളെ പാരന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ആൺകുട്ടിയാണ് കരയാൻ പാടില്ല. പക്ഷെ അവരപ്പോ അവരുടെ ഇമോഷൻ എന്ത് ചെയ്യാണ്, അവർ ഹൈഡ് ചെയ്യാൻ ശീലിക്കുകയാണ്. ചെറുപ്പം മുതലേ ഹൈഡ് ചെയ്യാണ്. പക്ഷെ അവർക്ക് അത് ഹാർംഫുൾ ആയിട്ട് കുട്ടീനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഇമോഷൻ എന്നെ സംബന്ധിച്ച് എന്താണോ ആ ഇമോഷൻ അത് അപ്പം തന്നെ പ്രകടിപ്പിക്കണം. എന്ത് ഫീലിംഗ് ആണോ തോന്നിക്കണം അത് അപ്പം തന്നെ പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒരാൾ ദേഷ്യമുണ്ട്, ഞാൻ അയാളോട് ദേഷ്യം മറച്ചു വെച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണം, ആൾക്കാരോട് ദേഷ്യം എങ്ങനെ അപ്പം തന്നെ പ്രകടിപ്പിക്കും, അത് അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യും. അതല്ല അതവിടെ വെച്ച് തീർന്നു, പിന്നെ അതില്ല. അതായത് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് മനസ്സിൽ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നോക്കാം. Along with the physical and mental development, a process of socialization happens. നമുക്കറിയാം ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ സച്ച് ആസ് ഗെയിം, ലെസൺ, ടീച്ചേഴ്സ് പേഴ്സണൽ ഇമ്പാക്ട്സ് ആൻഡ് ഇലുമിനേഷൻ ഓഫ് കൊളീഗ്സ് constantly work on the child, socializing his emotional expression. അപ്പോൾ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ സ്കൂൾ സിറ്റുവേഷൻ, അതേപോലെ ഗെയിം, ലെസൺസ്, ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ഇമ്പാക്ട്, കൊളീഗ്സിന്റെ ആയിട്ടുള്ള ഇമ്പാക്ട്സുകൾ, ഇതെല്ലാം ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൺസീൽമെന്റ് ഓഫ് ഇമോഷൻ, നമ്മൾ ഇമോഷൻസ് എന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ ഇൻ സർട്ടൻ കേസ് മേ പ്രൂവ് മോർ പെയിൻഫുൾ ആൻഡ് ഹാർംഫുൾ ടു ചൈൽഡ്. നമ്മൾ ആ ഇമോഷൻ പ്രകടിപ്പിക്കുന്നില്ല, മനസ്സിലിടാണെങ്കിൽ, മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ, ആ ഒരു ദേഷ്യം വിഷമമൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ഒതുക്കുകയാണെങ്കിൽ അത് കുറച്ച് പെയിൻഫുൾ ആണ്. നമ്മളത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവിടെ തീർന്നു. അത് ഒരു കുട്ടിയുടെ മനസ്സിൽ തന്നെ ആ ഒരു വിഷമം അവർക്ക് ഹോൾഡ് ചെയ്യാണെങ്കിൽ കുറച്ച് ഹാർംഫുൾ ആണ്. A child, when emotionally accused, add to be his burden by trying to conceal it. എന്ന് വെച്ചാൽ ആ ഇമോഷൻ ഇപ്പൊ എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും, ഇപ്പൊ ആരോടാവട്ടെ, പിന്നെ എന്താ പറയാ, എന്റെ അനിയത്തിനോട് ഇപ്പൊ എനിക്ക് ദേഷ്യമാണ്, ഞാൻ അവളോട് അപ്പൊ തന്നെ പറയും നല്ല ദേഷ്യമായിട്ടാണ് ഞാൻ എടുത്ത് മാറി നിന്നോ, എന്റെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പാണ് നല്ല നല്ല കിട്ടും എന്ന് പറയും. എനിക്ക് ദേഷ്യമാണ്, പിന്നെ മിണ്ടൂല, കുറെ നേരത്തേക്ക് മിണ്ടൂല, അങ്ങനെയൊക്കെ നടക്കും. ആ ഇമോഷൻ നമുക്ക് പ്രകടിപ്പിക്കും. എന്റെ ഇമോഷൻ എന്താണോ അത് ഞാൻ അവളോട് പ്രകടിപ്പിക്കുകയാണ്. അല്ലാതെ എനിക്ക് അത് കൺസീൽ ചെയ്തിട്ട് ഉള്ളിൽ തന്നെ വെച്ചിട്ട് അത് അവളോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പറ്റില്ല. ആരോടായാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്താണോ തോന്നുന്ന ഫീലിംഗ് അല്ലെങ്കിൽ എന്താണോ തോന്നുന്ന ഇമോഷൻ അത് ഞാൻ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ പെരുമാറുമ്പോൾ ഞാനല്ലാതെ ആവുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ഇമോഷൻ തോന്നിയാലും ഞാൻ അപ്പൊ തന്നെ പ്രകടിപ്പിക്കും. അത് ഞാൻ കൺട്രോളിൽ വന്നിട്ടാ പ്രകടിപ്പിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ദേഷ്യം തോന്നുന്നു വിചാരിക്കും,
അപ്പൊ ഞാനത് ശരിക്കും എനിക്ക് ആ ഒരു കാര്യം ഇൻസിഡന്റ് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയുമ്പോ അയാളോടത് പറയുമ്പോ ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ അവർക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ ഞാൻ അവരോട് പറയും, എനിക്കത് വിഷമമായി, അങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്ക് വളരെയധികം വിഷമം തോന്നി എന്ന് ഞാൻ അവരോട് പറഞ്ഞാറുണ്ട്. ചില ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് ഞാൻ അവരോട് പ്രകടിപ്പിക്കാറുണ്ട്. ഹിസ് ആക്ഷൻ മേക്ക് ബിക്കം ക്രൂവൽ ആൻഡ് ഫണ്ണി. ഇപ്പൊ ആ കുട്ടികൾ കൺസീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അത് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ആക്ഷൻ എന്തായിട്ട് മാറും? ക്രൂഡ് ആൻഡ് ഫണ്ണി ആയിട്ട് മാറും. മേ ബി ഇറിറ്റേറ്റിംഗ് റിഡിക്കുലസ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാവും. എക്സ്ട്രീം കേസിലാണെങ്കിൽ ഇതിനെ അഫക്ട്സ് സെൽഫ്. അത് ഒരുപാട് നാൾ അവരുടെ ഇമോഷൻസ് മനസ്സിൽ തന്നെ എന്ത് ചെയ്യണം, ഒതുക്കി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താണെങ്കിൽ അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും. ഞാൻ കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? പുരുഷന്മാർക്കാണ്. പുരുഷന്മാർക്ക്. എന്തുകൊണ്ടാണ്? അവരവരുടെ ഫീലിങ്സ് ഒക്കെ ഒതുക്കി വെക്കും, കരയൂല, എല്ലാം അറിയൂല. ഇതൊന്നും അവരെന്ത് ചെയ്യില്ല, പുറത്ത് പ്രകടിപ്പിക്കില്ല. അവരെ വീക്കാക്കുമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ അവർക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും വേണ്ടത്. നമ്മുടെ സ്ത്രീകൾ എങ്ങനെയാണ്? നമുക്ക് വിഷമം വന്നു വിചാരിച്ചിരിക്കും, നമ്മൾ എന്ത് ചെയ്യും? നന്നായി കരയും. കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വത്ത് തീർന്നു അല്ലേ? അത്രേ ഉള്ളൂ. നമ്മളതുകൊണ്ടാണ് കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആയാന്നറിയാമോ? സ്ത്രീകളാണ് കുറച്ചുകൂടി ഇമോഷണൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇമോഷണൽ കൺട്രോൾ കൂടുതൽ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൺപിള്ളേര് ഈ ഒരു പ്രശ്നം വരാൻ കാരണം അവരുടെ പാരന്റ്സ് ആണ്. ആൺപിള്ളേർക്ക് അറിയാം, നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറെ തെറ്റിദ്ധാരണയാണ്. ആൺപിള്ളേർക്ക് അറിയില്ല. ഇപ്പൊ ഒരു ഒരു ചെറിയ കുഞ്ഞാണ് വിചാരിക്കുന്നത്, 3 വയസ്സ് 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് അറിയാണെങ്കിൽ അയ്യേ ആൺപിള്ളേര് കരയില്ല, നീ എന്താ കരയണേ? അപ്പൊ അവര് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാണ് ആൺപിള്ളേര് ആരും കരയില്ല. അപ്പൊ അവരത് ഹൈഡ് ചെയ്യാത്തില്ല. കാരണം എന്ത് വിഷമം വന്നാലൊക്കെ അവരുടെ ഉള്ളില് അത് ഒതുക്കാനായിട്ട് കൺസീൽ ചെയ്യും. അപ്പൊ അത് ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ച് എന്ത് വലിയൊരു വിഷമം വന്നാലും അവരുടെ ഉള്ളിൽ തന്നെ അത് ഒതുക്കും. അതാണ് പിന്നെ അവരത് ഹാർട്ട് അറ്റാക്കും ടെൻഷൻ കൂടും, ബ്ലഡ് പ്രഷർ കൂടുന്നു, അങ്ങനെ പ്രശ്നങ്ങളും ഒരുപാട് അത് ഹെൽത്തിലേക്ക് അഫക്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തൊരു വിഷമവും അല്ലെങ്കിൽ എന്തൊരു ഇമോഷൻസും ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം. അതേപോലെ നമ്മുടെ പഴയ സിനിമ ഉണ്ടല്ലോ, ഏതാണ്, തിലകന്റെയും മോഹൻലാലിന്റെയും എന്താ പറയാ, ചക്കു മാഷ്, അപ്പൊ അതില് മകനോടുള്ള അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷെ അത് പ്രകടിപ്പിച്ച രീതി വ്യത്യാസമായിരുന്നു ഇല്ലേ? ചക്കുമാഷ് അങ്ങനെ പ്രകടിപ്പിച്ച് 2 സ്റ്റുഡൻസ് 2 പേർക്ക് 2 കഴിവ്, മാത്സിനോട് അങ്ങനെ ആ ഒരു സ്നേഹം കൊണ്ട് ആളെന്തെ ബ്ലൈൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്, കുട്ടിയുടെ കഴിവിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ ആ കുട്ടി നല്ല രീതിയിൽ എത്തിയാനേ. പക്ഷേ അതങ്ങനെയല്ല ചെയ്തത്, ബാഡ് ആയിട്ട് അത് അഫക്ട് ചെയ്തു. അവരെ ഭയങ്കരമായിട്ട് അത് കളിയാക്കിയപ്പോഴും വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ അത് അവരെ ഫുൾ ബാഡ് ചെയ്തു, ബാഡായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ നമ്മുടെ കുട്ടികളോട് അഫെക്ഷൻ കാണിക്കേണ്ട സമയത്ത് അഫെക്ഷൻ കാണിക്കണം. അഫെക്ഷൻ എന്താണ്? വാത്സല്യമാണ്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം. ഇത്തിരി വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ നടത്തി കൊടുക്കണ്ട കേട്ടോ. ഞാനും ചെയ്യാറുണ്ട്. അപ്പൊ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കും. വലിയ വലിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ ഞാൻ പറയും അങ്ങനെ പൈസ ഒന്നും ഇല്ലാത്ത പൈസ ഇല്ല, അതുകൊണ്ട് ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞോളാൻ പറയും. അപ്പൊ കുട്ടികളുടെ കാര്യം പറയണം, എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറ്. ചിലപ്പോ എന്തെങ്കിലും ടോയ്സ് ആയിരിക്കും, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണ് അത് വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഹ്യൂമർ, കുട്ടികളോട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല തമാശയോട് കൂടി, നിങ്ങളിനി ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ടീച്ചറായിട്ടൊക്കെ ജോലിക്ക് പോകും. അപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തമാശയോടെ കൈകാര്യം ചെയ്യുന്ന ടീച്ചറിനോടാണോ ഭയങ്കര ദേഷ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ടീച്ചറിനെ ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക്? തമാശയോടെ കൈകാര്യം ചെയ്യുന്ന ടീച്ചറിനായിരിക്കും ഇഷ്ടം. നമ്മൾ നല്ല രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെ നല്ല കയ്യിലാക്കണം. ഫിയർ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഫോബിയ എന്നൊക്കെ പറയും. പലർക്കും പല ടൈപ്പ് ഓഫ് ഫിയർ ഉണ്ട്. കുട്ടികളിലാണ് കൂടുതലായിട്ട് ഫിയർ കണ്ടുവരുന്നത്. കുഞ്ഞു കുട്ടികൾ കണ്ടുവരുന്ന 2 ഫിയറിനെ കുറിച്ച് പഠിച്ചോ? ഞാനല്ലേ പറഞ്ഞത്? സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ബ്രേക്കിംഗ് സെപ്പറേഷൻ ആൻഡ് സേഫ്റ്റി പഠിച്ചായിരുന്നു, പഠിപ്പിച്ചു. ഓക്കേടാ. അപ്പൊ അത്
രണ്ട് ടൈപ്പ് ഫിയറുകളാണ്. അപ്പം അത് കൂടാതെ കുട്ടികൾ ഒരുപാട് ഫിയറുകളുണ്ട്. സോ അപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളോട് അഫെക്ഷനും സ്നേഹമൊന്നും കാണിക്കാതെ വരുമ്പോ അവർക്ക് ഒരു പ്രത്യേക തരം ഫിയർ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളത് മാറ്റാൻ വേണ്ടിട്ട്, ആ പേര് മാറ്റാൻ വേണ്ടി അവർ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടു കൂടി, നല്ല കെയറിങ്ങോട് കൂടി, നല്ല അഫെക്ഷനോട് കൂടി വേണം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ആങ്കർ ആണ്, ദേഷ്യം. ആരൊക്കെയാണ് ദേഷ്യം വന്ന കുട്ടികളെ തല്ലുന്നത്? സ്വന്തം മക്കളെ പറഞ്ഞാൽ മതി. തല്ലാറുണ്ടായിരിക്കും. ഞാൻ തല്ലും. തല്ലാൻ പാടില്ല കേട്ടോ. പഠിപ്പിക്കുമ്പോള് അവരെന്തെങ്കിലും കിട്ടിയുമ്പോ തല്ലുമല്ലോ. എന്റെ ഒരു പോളിസിയാണ്, കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അവര് നന്നാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പ്രാക്ടീസിൽ നിന്നാണ്. പണ്ട് ആൾക്കാർക്കും തല്ലിപ്പറ ചൊല്ലിപ്പറ തല്ലിപ്പറ തള്ളിപ്പറ. ഇപ്പൊ എന്താ പറയുക, ടീച്ചിങ്ങിൽ രണ്ട് ഇതുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലിപ്പറയുന്നേക്കാൾ തല്ലി പറഞ്ഞു കൊടുക്കുന്നതിന് നല്ലത് അവര് വേറൊരു രീതിയിൽ ഇപ്പൊ ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കി ആ കുട്ടികളൊക്കെ നമുക്ക് സ്നേഹവും കെയറിങ്ങും കൊടുത്താണ് പഠിപ്പിക്കണമെങ്കിൽ ആ രീതിയിൽ പഠിപ്പിക്കാം. ചെറുതായിട്ട് പേടിപ്പിച്ച് പഠിപ്പിക്കണമെങ്കിൽ ആ രീതിയില്. ഭയങ്കര ദേഷ്യത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇമോഷൻ അത് എഫക്ട് ചെയ്യും. അത് അങ്ങനെ പാടില്ല. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി അവരെന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ ദേഷ്യം വരുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഹൈപ്പർ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് അടച്ചിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് അങ്ങനെ 5 പ്രാവശ്യം ചെയ്തിട്ട് പിന്നെന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. ആ സമയത്തൊന്നും നമുക്ക് വന്നിട്ട് പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് മാത്രം ചെയ്യാം. എന്നിട്ട് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് നോക്കാം. ഓക്കെ, റോൾ ഓഫ് ഇമോഷണൽ പറഞ്ഞത് ദെൻ അഫെക്ഷൻ ആണ്. മിക്സപ്പ് ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ വർക്കൊക്കെ ചെയ്ത് ഇപ്പൊ മോള് വെക്കേഷൻ ആയിരുന്നല്ലോ, അപ്പൊ അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ ആളെന്തിങ്ങനെ കുറിച്ചൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടക്കി പറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അലമ്പാക്കി ഇടാം. അതില് എന്താ പറയാ പൗഡറും അതൊക്കെ സാധനങ്ങളൊക്കെ ടേബിളിൽ അങ്ങോട്ട് കൊട്ടിയിടും. അപ്പൊ എനിക്കറിയോ, എനിക്ക് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ജസ്റ്റ് ഞാൻ കണ്ണടച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും റൂമിലേക്ക് കയറുന്നത്. അപ്പോഴേക്കും എന്നെ കാണുമ്പോ തന്നെ ആള് പേടിക്കും, വൈകിട്ട് തല കുതിച്ചിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എന്താണ്, ഞാനിപ്പോ ചീത്ത പറയും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയാം, കുട്ടികളല്ലേ ഇതൊക്കെ ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഇനി ചെയ്യരുത് കേട്ടാ, കുഞ്ഞു കുട്ടികളല്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ ഇച്ചിരി വലിയ പിള്ളേരോട് എങ്ങനെ ചെയ്യും? ഇച്ചിരി കൂടെ മുതിർന്ന പിള്ളേരാണ് എന്ത് ചെയ്യും? മുതിർന്ന പിള്ളേരാണെങ്കിലും വാൺ ചെയ്താൽ മതി. വലിയ മുതിർന്ന പിള്ളേരല്ല, ഈ പ്രായത്തിലുള്ള പിള്ളേരാ, മോണ്ടിസോറി ഇതിലുള്ള കുട്ടികളാണ്, ആ ഒരു ഏജിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. നല്ല കുറിച്ചൊക്കെയാണ് രണ്ടും. ചെറുതായിട്ട് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കൂല, ദേഷ്യമാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഈ പ്രായത്തിൽ പറ്റും, ഈ പ്രായത്തിൽ പറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ഒരു രക്ഷയില്ല. കുട്ടികളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് തന്നെ വെച്ചിട്ട് ഞാൻ ടീനേജിലെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. ത്രൂ എന്താണ് ഇപ്പൊ അവര് എന്റെ അടുത്ത് വരുമ്പോ ഒത്തിരി എന്താ പറയാ ഭയങ്കരമായിട്ട് വികൃതിയായിട്ട് ഭയങ്കര ദേഷ്യവും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഞാൻ പറഞ്ഞത് +1+2 കുട്ടികളുണ്ടാവും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ലുക്കും അതേപോലെ ഭയങ്കര ആ ഒരു ഇതിൽ പറഞ്ഞ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് അവര്. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ത്രൂ വർക്കാണ് ഞാൻ കൊടുത്തത്. അവരെ കൊണ്ട് മാക്സിമം എന്തോരം വർക്ക് ചെയ്യിക്കാൻ പറ്റും അത്രയും വർക്ക് ചെയ്യിച്ചു. ഞാൻ ഡീൽ ചെയ്യുന്ന പേപ്പർ അതിനനുസരിച്ച് റിലേറ്റഡ് ആണ്. സോ ഞാൻ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് കൊടുത്തു. പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരെന്തായാലും ഞാൻ കൊടുക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി ടൈം പോകും. സോ അവരാ ഒരുപാട് നാള് വർക്ക് ചെയ്തപ്പോ അവരുടെ ആ ഒരു ദേഷ്യവും ആ ഒരു എന്താ പറയാ ആ ഒരു ആങ്കർ ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്, പാരന്റ്സിനോട് ദേഷ്യം, ടീച്ചേഴ്സിനോട് ദേഷ്യം, ആണ് അത് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നു എന്റെ പ്രതീക്ഷ. കാരണം നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളപ്പോ റോൾ ഓഫ് ഇമോഷണൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഇമോഷൻ ആണ്? അഫെക്ഷൻ ആണ്. അഫെക്ഷൻ പറയാൻ പോകുന്നത് നിത്യാണ് കേട്ടോ. ഓക്കെ, പിന്നെ ചെയ്യാതെ പറഞ്ഞോ നിത്യ, സ്റ്റാർട്ട് ചെയ്തോ. Affection or a feeling of liking and caring is crucial for a child's development and well-being.
It's a vital part of building a strong parent-child bond and can influence various aspects of a child's life, including their self-esteem, emotional regulation, and even their physical health. കുട്ടികളുടെ അഫെക്ഷൻ എന്ന് പറഞ്ഞത് കുട്ടികളുടെ വളർച്ചയ്ക്കും നല്ല ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. ഇത് മാതാവും പിതാവും കുട്ടിയായിട്ടുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിനും കുട്ടികളുടെ ആത്മാഭിമാനം, പിന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ശാരീരികമായ ആരോഗ്യം എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വ ബോധവും ഒക്കെ അനുഭവപ്പെടുമ്പോൾ അവർ ആ നല്ലൊരു ബന്ധം വളർത്താൻ, നല്ലൊരു ബന്ധത്തിലേക്ക് നീങ്ങാൻ സഹായിക്കുന്നു. Here is why affection is important for children. Development of a secure attachment. When children feel loved and safe, they are more likely to develop secure attachments with their caregivers, which can lead to greater confidence and resilience. കൂടുതൽ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും വളർത്താൻ സഹായിക്കുന്നു. ഇമോഷണൽ വെൽബീയിങ്. Affection helps children regulate their emotion, cope with stress, and develop strong sense of self-worth. വാത്സല്യം കുട്ടികൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും സമ്മർദ്ദത്തെയൊക്കെ നേരിട്ട് ആത്മാഭിമാനം വളർത്താൻ സഹായിക്കുന്നു. Improved social skills. Children who receive affection are more likely to be able to form healthy relationships with others, as they have a better understanding of social cues and boundaries. മെച്ചപ്പെട്ട സോഷ്യൽ സ്കിൽസ്, സാമൂഹികമായ കഴിവുകൾ, അത് വാത്സല്യം ലഭിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പൊ അവർക്ക് സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചും അതിരുകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവുന്നു. പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. A secure and loving environment allows children to explore and learn without fear, fostering their cognitive and social development. പഠനത്തിലും വികസനത്തിലൊക്കെ നല്ല സ്വാധീനം ഉണ്ടാവുന്നു. സുരക്ഷിതവും സ്നേഹപൂർവമായ അന്തരീക്ഷം കുട്ടികളെ ഭയമില്ലാതെ പഠിക്കാൻ അനുവദിക്കുന്നു. ഇതവരുടെ വളർച്ചയെ, സാമൂഹികമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. Physical health. Studies suggested that physical touch and affection can release hormones that promote growth and well-being. ശാരീരികമായ ആരോഗ്യത്തിന്, ശാരീരികമായ നമ്മൾ സ്പർശനവും അവരുടെ വളർച്ചയും അതുപോലെ നല്ല ഹോർമോണുകളെ പുറത്തുവിടാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. How to show affection to children. Physical touch. Cuddles, hugs, holding hands and other forms of physical contact can convey love and create a sense of security. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ടച്ച്, ഒരു കെട്ടിപ്പിടിക്കുന്നതും അവരുടെ കയ്യിൽ പിടിക്കുന്നതും ഒക്കെ അവർക്ക് നല്ലൊരു സുരക്ഷിതത്വ ബോധം വളർത്താൻ സഹായിക്കുന്നു. വെർബൽ എക്സ്പ്രഷൻസ് ഓഫ് ലവ്. സേയിങ് ഐ ലവ് യു, കോംപ്ലിമെന്റിങ് യുവർ ചൈൽഡ് ആൻഡ് യൂസിങ് പോസിറ്റീവ് ലാംഗ്വേജ് ക്യാൻ റീഇൻഫോഴ്സ് ദെയർ ഫീലിംഗ് ഓഫ് ബീയിങ് ലവ്ഡ്. അവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ, ഐ ലവ് യു എന്ന് പറയാം. അതുപോലെ തന്നെ അവർക്ക് അഭിനന്ദനങ്ങൾ, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ കൊടുക്കുന്ന അഭിനന്ദനങ്ങളൊക്കെ വെർബൽ എക്സ്പ്രഷനിൽ വരും. അതുപോലെ സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ടുഗദർ, മേക്കിംഗ് ടൈം ഫോർ പ്ലേ ഡേറ്റ്സ്, ഷെയർഡ് ആക്ടിവിറ്റീസ് ആൻഡ് സിംപ്ലി ബീയിങ് പ്രസന്റ് ക്യാൻ ക്രിയേറ്റ് എ സ്ട്രോങ് ബോണ്ട് ആൻഡ് റീഇൻഫോഴ്സ് അഫെക്ഷൻ. അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ, ഒരുമിച്ചിരിക്കാൻ, പ്ലേ ചെയ്യാൻ, കളിക്കാനുള്ള സമയം കണ്ടെത്തുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ്. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കൂടി മനസ്സിലാക്കുക. റെക്കഗ്നൈസിങ് ദാറ്റ് ചിൽഡ്രൻസ് ഹാവ് ഡിഫറെന്റ് വേസ് ഓഫ് എക്സ്പ്രസിങ് ആൻഡ് റിസീവിങ് അഫെക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും സ്വീകരിക്കാനും വ്യത്യസ്തമായ വഴികളുണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കുക. റെസ്പെക്റ്റിംഗ് ദെയർ ബൗണ്ടറീസ്. അവരുടെ ആ ബൗണ്ടറികളെ, അതിരുകളെ നമ്മൾ മാനിക്കുക. It's a crucial to respect a child's personal space and to avoid forcing affection. അതായത് അവർക്കും സ്വകാര്യമായ പല കാര്യങ്ങളുണ്ടാവും, അവയെ നമ്മൾ മാനിക്കണം. അതുപോലെ തന്നെ സ്നേഹം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാതിരിക്കുക. In child physical psychology, affection refers to a positive emotional feeling of love, attachments and fondness towards another person, particularly a child. ഇത്രയാണ് ഞാൻ അഫെക്ഷനെ കുറിച്ച് എഴുതിയത്. നന്നായിരുന്നു കേട്ടോ.
ഓക്കെ, നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അഫക്ഷനെ കുറിച്ച് പറയാം. അഫക്ഷനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഫക്ഷനെ കുറിച്ച് ഏകദേശം ധാരണ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ നമ്മളുടെ അഫക്ഷൻ ടെസ്റ്റിൽ പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ദിസ് പോസിബിളി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ഇമോഷൻ. ഹ്യൂമൻ ഇമോഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അഫക്ഷൻ. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ഇപ്പോഴും അവരെ ഒരു സ്നേഹത്തോടു കൂടി നല്ല വാത്സല്യത്തോടു കൂടി ട്രീറ്റ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. It has a great influence on child total development, the growth, uncivilized, the helpless baby to civilized, effective human being. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അഫക്ഷനോട് കൂടി നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ആര് മാറുള്ളൂ, കുട്ടികൾ മാറുള്ളൂ. The rearing and the education of the child depends largely upon the amount of affection he has from the others, including his parents. അപ്പോൾ അവരെ എങ്ങനെയാണ് എഡ്യൂക്കേഷനെയും എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ അഫെക്ഷൻ. അതേപോലെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് അഫെക്ഷൻ എങ്ങനെ കിട്ടുന്നു, ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് അഫെക്ഷൻ എങ്ങനെയാണ്, അതെല്ലാം അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഫെക്ഷൻ ഡെവലപ്മെന്റ് ചൈൽഡ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. അഫെക്ഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവന് ഈ വീട്ടിൽ അറിയാതെയാണ് അവന് ഈ വീട്ടിൽ എല്ലാവർക്കും വേണം എന്നൊരു ഫീലിംഗ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു സെൽഫ് എസ്റ്റീം ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അവര് കുറച്ചും കൂടി പ്രൗഡ് ആയിട്ട് മാറും. He feels secure in self-esteem growth. It explores that need to try out, to be adventurous, to take risks, to make mistakes and learn through such experience. അപ്പോൾ അങ്ങനെ അവനത് ഇതാവുന്നതനുസരിച്ച് അവൻ റിസ്കുകൾ എടുക്കാനായിട്ട് അവരെന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. മിസ്റ്റേക്കുകളിൽ നിന്ന് തിരുത്തി അവർ എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ അവനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. An atmosphere of actual love helps the child to also develop love and concern for others. അപ്പോൾ നല്ല സ്നേഹത്തോടു കൂടിയാണ് അവരുടെ വീട്ടിൽ എല്ലാവരും അവരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവര് മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോട് ട്രീറ്റ് ചെയ്യാനും അത് മറ്റുള്ളവരെ അതേ രീതിയിൽ കൺസേൺ ചെയ്യാനും അവർക്ക് പറ്റും. ലേണിംഗ് ഇൻ സ്കൂൾ ഓൾസോ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഓൺ അഫെക്ഷൻ. നമ്മൾ സ്കൂളുകളിൽ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ട് ഈ അഫെക്ഷനിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. People seek sympathy and warm treatment from teachers. നമ്മളുടെ കയ്യിൽ നിന്ന് കുട്ടികൾ എന്താ പ്രതീക്ഷിക്കുന്നത്, നല്ല സിമ്പത്തറ്റിക് ആയിട്ടുള്ള നല്ലൊരു വാം ട്രീറ്റ്മെന്റ് ആണ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. One of the characteristics of a good teacher, therefore, it is his human quality. അപ്പൊ നമ്മളുടെ ഈ ഒരു ക്വാളിറ്റി പറയുന്നത് നമ്മൾ എല്ലാ ടീച്ചേഴ്സിനും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. നല്ല രീതിയിൽ നമ്മളുടെ കുട്ടികളോട് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പെരുമാറാനായിട്ട്. That he feel actively concerned about the pupil under ചാർജ്. നമ്മുടെ കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാർജിലുള്ള കുട്ടികളോട് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് നല്ല ഫീലിങ്സോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവരോട് പെരുമാറാൻ. The development of love in children is important for the development of new society centered on cooperation and mutual love. അപ്പൊ നല്ല കുട്ടികളിൽ നല്ല സ്നേഹം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കോപ്പറേഷൻ ഉള്ള, മ്യൂച്വൽ ലവ് ഉള്ള, മ്യൂച്വൽ ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. Sympathy is another emotion which is on much for emotional development of the child as well as society. വേറൊരു ഇമോഷനാണ് സിമ്പതി. നമ്മൾ മറ്റുള്ളവരോട് നമ്മളെക്കാളും കഴിവ് കുറവുള്ളവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളോട് നമ്മളെ എങ്ങനത്തെ മൈൻഡ് ആയിരിക്കണം, സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രകടിപ്പിക്കുന്നത്. അവർ നല്ല രീതിയിൽ സിമ്പതിയോട് കൂടി വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാൻ. അഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത് അഫെക്ഷൻ എന്ന് പറയുന്നത്. അഫെക്ഷൻ ഇപ്പൊ നല്ല പാരന്റ്സ് കുട്ടികൾ തമ്മിൽ നല്ലൊരു അഫെക്ഷൻ ഉണ്ട്, നല്ല വാത്സല്യത്തോടു കൂടിയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ പാരന്റ്സ് എന്ത് സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, നമ്മുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തൊരു തീരുമാനം എടുക്കും ലൈഫിലായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അവർ നമ്മളോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മിസ്റ്റേക്കുകളിലേക്ക് ഒന്നും പോവാതെ. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഹ്യൂമർ ആണ്. അത് ആർക്കാ തന്നത്? ഹ്യൂമർ നിദ്ലാന്ന് എഴുതിക്കുന്നത്. പേരോന്ന് സൽമ. സൽമ പറഞ്ഞോടാ. ഹ്യൂമർ ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ് എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയട്ടോ. Humor is a universal language that brings people together, relieves stress, and adds joy to life. It can be a powerful tool for managing emotions.
and bringing people together. It can help reduce stress and anxiety, provide a coping mechanism for difficult situations, create shared experience and social bonding, offer a fresh perspective on life's challenges, be a powerful tool for communication and connection. It can boost immune system. Humor can help our sleep better. It can make feel happier and more optimistic. The human body is relaxed after the physical act of laughter. It is surprising to see how a small dose of laughter can impact people's lives. Pain and the feeling of sadness are reduced when people laugh because of the release of endorphin in our brain by increasing the sense of pleasure. Humor can be used in various forms such as comedy, satire, and irony. The timing and context are crucial in delivering humor effectively. Humor is subjective and vary from person to person. ഇത്രയും ടോപ്പിക് ഞാൻ എഴുതിയിരിക്കണത് പോയിന്റ്സ്. ഇനി ഇതിനെ കുറിച്ച് ജസ്റ്റ് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. തമാശ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് തമാശ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. എല്ലാവർക്കും തമാശ വളരെ ഇഷ്ടമാണ്. ചിരി ആയുസ് കൂട്ടുന്നാണ് പറയാറില്ലേ. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവരെ പ്രായമായവരെ തമാശ ആസ്വദിക്കുന്നവരാണ്. ചിരിപ്പിക്കുന്നത് അത്ര എളുപ്പം പണിയൊന്നുമല്ല. നല്ലൊരു കഴിവ് തന്നെ അതിന് വേണം. നമുക്ക് വളരെ സങ്കടം ഉണ്ടാകുമ്പോൾ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഉള്ളൊരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു വികാരമാണ് ഈ ഹ്യൂമർ എന്ന് പറയുന്നത്. നമുക്കൊരു തമാശ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവില്ലേ. നമുക്ക് സങ്കടമായിട്ടിരിക്കുമ്പോഴാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒന്നും കൂടി സന്തോഷമാവും. സങ്കടമാണെങ്കിൽ കുറച്ചും കൂടി മനസ്സൊന്ന് ഫ്രീ ആവും ഒരു തമാശ മൂവി ഒക്കെ കാണുമ്പോൾ. അങ്ങനെ തമാശ മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ജഗതി ശ്രീകുമാർ, ഇന്ദ്രൻസ്, ഇന്നസെന്റ് തുടങ്ങിയവരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള അവരുടെ തമാശ സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ KPC ലളിത, ബിന്ദു പണിക്കര്, കൽപ്പന ചേച്ചി തുടങ്ങിയവരൊക്കെ മലയാളത്തിന്റെ ഒക്കെ നല്ല ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചവരാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്ത് CD ഒക്കെ ഉള്ള സമയത്തൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു CD-യിൽ വരുന്നത്, മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇത് ആരും കേട്ടിട്ടില്ല? ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് നല്ലൊരു കോമഡി പ്രോഗ്രാമാണ്. പണ്ടൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കില്ലേ ഇങ്ങനെ CD ഒക്കെ വരാൻ. അതുപോലെ തന്നെ അതില് നാദൃശ്യം, മണി, അങ്ങനെ കുറെ ഓരോ ദിലീപ് കുറെ കൂട്ടുകെട്ടിൽ അങ്ങനെ നല്ല പ്രോഗ്രാംസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് TV പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങി, കോമഡി ഷോസ് ഒക്കെ വന്നു തുടങ്ങിയത്. അതിൽ പിന്നെ വരുന്നതാണ് മറ്റേ ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സിനിമാല എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ലൊരു എന്റർടൈനിങ് പ്രോഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാമും ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ ചില സന്ദർഭങ്ങൾ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ വരുമ്പോ രംഗം ഓർമ്മ വരുന്നു, ആ സിനിമയിലെ രംഗം ഓർമ്മ വരുന്നു. അത്ര നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതാണ് ആയ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളെ സമകാലിക സംഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമറുമായിട്ട് കോർത്തിണക്കിയിട്ട് അതുമായിട്ട് കോർത്തിണക്കിയിട്ട് ഓരോ വിഷയങ്ങൾ, ഇപ്പോഴത്തെ ഓരോ വിഷയങ്ങൾ അതില് ഹ്യൂമർ തമാശയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ തമാശ എന്ന് വെച്ചാൽ ഒരു സോഷ്യലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അതിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തമാശ രൂപേണ പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോ മഴവിൽ മനോരമയിൽ ഒരു TV ഷോ ഉണ്ട്, മറിമായം. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തമാശ രൂപേണ പറയുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് അതിൽ വളരെ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ തമാശയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഭാഷയും നേരിട്ട് തന്നെ
ഓഡിയൻസിന് പങ്കുവെക്കാൻ ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഒട്ടും മടുപ്പില്ലാണ്ട് എത്ര നേരം കണ്ടിരിക്കാൻ പറ്റിയാണ് തമാശ സിനിമകള്, അങ്ങനത്തെ കാര്യങ്ങൾ. ചിരിപ്പിക്കാൻ മാത്രമല്ല ചിന്തിപ്പിക്കാനും ഹ്യൂമറിന് സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാല് ചിരി ഒരു മരുന്നാണ്. മനുഷ്യന്റെ മാനസിക പിരിമുറുക്കവും ഉല്ലാസത്തിനും ഒക്കെ പറ്റിയൊരു മരുന്നാണ് ഇത്. ഈ മറ്റേ തർക്കങ്ങള് ഇതൊക്കെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ, ടെൻഷനൊക്കെ കുറക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു. നന്നായിരുന്നു കേട്ടാടാ. ഒരു പേര് ഷെമീറ. സൽമ. സൽമ. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടാടാ. ഞാനും അതെ, പഴയ കോമഡി ഫിലിംസ് ഇപ്പോഴും ഇരുന്ന് കണ്ട് ചിരിക്കുന്ന ഒരു ടീമാണ്. ഇത് ചിരി വന്നതിന് നിർത്താൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സാധാരണ ആൾക്കാർ ചിരിച്ചിരിക്കുന്ന പോലെ കൺട്രോൾ ചെയ്യാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു ഇൻസിഡന്റ് ആയിരിക്കുള്ളൂ, പക്ഷെ നമ്മൾ കണ്ടിട്ട് ഭയങ്കര ചിരിക്കും. എത്ര വട്ടം കണ്ടാലും പഴയ ഫിലിംസ് ഒക്കെ അങ്ങനെയാണ്. എത്ര വട്ടം കണ്ടാലും നമ്മളത് വീണ്ടും കണ്ട് ചിരിച്ചു പോകും. ഓക്കെ, പഴയ തമാശകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നും. പക്ഷെ ഇപ്പോഴത്തെ തമാശ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഇത് തമാശ പടങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും എനിക്കും ഇപ്പോഴത്തെ തമാശകൾ അങ്ങനെ ഒത്തിരി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ജനറേഷൻ ഗ്യാപ്പിന്റെ എനിക്ക് പ്രശ്നം, പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. ഓക്കെ, സൽമ അല്ലെ? യെസ് മാം. ഒരു വീട് കൊടുക്കലൂര. അതെ. ഓക്കേടാ. ലാംഗ്വേജ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കേടാ. ഹ്യൂമർ ആൻഡ് ലവ്. എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കാരണം എന്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂര്. അപ്പൊ അവരുടെ സംസാരം നല്ല രസമാണ്. ഇങ്ങനെ അവരിങ്ങനെ പറയുന്നത് നല്ലൊരു ഒഴുക്ക് പറ്റാ സംസാരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു കൊടുങ്ങല്ലൂര് ഭാഷ എന്നല്ല. ആ ഒരു ലാംഗ്വേജ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. ഇത് പെട്ടെന്ന് ഗസ്റ്റ് ചെയ്തോണ്ട് പറഞ്ഞു എന്താണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹ്യൂമർ ആൻഡ് കവർ. ഇത് സെപ്പറേറ്റ് ഹ്യൂമൻ ബീയിങ് ഫ്രം അനിമൽസ്. നമ്മുടെ മറ്റ് അനിമൽസിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് ഇതിന്റെ ഹ്യൂമർ എന്ന് പറയുന്നത്. There are social emotions which greatly influence our routine daily life. നമ്മൾ routine daily life ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹ്യൂമർ. ഇപ്പൊ നമുക്ക് എന്തൊരു കാര്യമുണ്ടെന്ന് വിചാരിക്കും, നമുക്ക് ദേഷ്യാവസ്ഥകൾ അവിടെ തമാശ രീതിയിൽ അത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് അത്രയും എഫക്ട് ചെയ്യുന്നില്ല. ഹ്യൂമർ ആൻഡ് പവർ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻ. ടെൻഷനും കോൺഫ്ലിക്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ ഹ്യൂമറിനും തമാശയ്ക്കൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They leads to tolerance, relaxation and joy. ഞങ്ങളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടീച്ചർ വരാറുണ്ട്. എന്ത് പറഞ്ഞാലും തമാശ രീതിയിൽ എടുക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ ആള് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തമാശ പറയുന്നത് കുറവാണ് അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ തമാശ അത്രങ്ങള് കളിപ്പിച്ചത് പറയാനായിട്ടില്ല. പക്ഷെ മെൻസ് കുറച്ചും കൂടി തമാശ നന്നായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചർ നന്നായിട്ട് തമാശ പറയും. നമ്മൾ വെറുതെ ചിരിച്ചു പോകും. ആ കാര്യം ആലോചിച്ച് പിന്നീട് ചിരിച്ചു പോകും. അപ്പൊ അത് ഒരു കഴിവാണ്. ശരിക്കും പറഞ്ഞ തമാശ എന്ന് പറഞ്ഞാൽ നല്ലൊരു കഴിവാണ്. അപ്പൊ നമ്മൾ കുട്ടികൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിച്ച് വഴക്ക് പറയുകയാണെങ്കിൽ പോലും അത് തമാശ ചിരിച്ചോണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമർ രീതിയിൽ പറയുകയാണെങ്കിൽ കുട്ടികളത് ഹേർട്ട് ചെയ്യില്ല. They give chance for self-criticism and improvement is one of one's behavior. നിങ്ങൾക്ക് ചാക്യാർകൂത്ത് അറിയോ? കേട്ടിട്ടുണ്ട്. അറിയാം. ചാക്യാർകൂത്തിലൂടെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ തമാശ രൂപേണ തുള്ളലിലൂടെ മറ്റുള്ളവരെ പരിഹാസ പരിഹസിക്കുന്നു. അതെ പ്രകടിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ അതൊരു പണ്ടത്തെ ഒരു കലാരൂപമായിരുന്നു. പണ്ടത്തെ ഫോം ഓഫ് ഒരു ഹ്യൂമറിന്റെ ഫസ്റ്റ് കേരളത്തിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതൊരു ഹ്യൂമർ ഫോം ആയിരുന്നു. എന്ത് കാര്യവും ഒരു തമാശ രൂപത്തിൽ പറയുന്നു. അപ്പൊ അത് നല്ലൊരു രീതിയായിരുന്നു. അത് സെൽഫ് ക്രിറ്റിസിസത്തിനും കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാനോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തമാശ. നമ്മള് എന്ത് തമാശ കണ്ടാലും മനസ്സ് തുറന്ന് ചിരിക്കാം. തമാശ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കാനായിട്ട് നമ്മള് ആക്ട് ആയിരിക്കണം. ഈ മറിമായൊക്കെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് കുരിശി. അതേപോലെ ഞങ്ങളുടെയൊക്കെ സമയത്താണ് തോന്നുന്നത് സിനിമാല എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് തമാശ കാണാം. സൺഡേസിൽ മാത്രം ഉള്ളൊരു പ്രോഗ്രാം കണ്ട, പക്ഷെ അത് നല്ല രസമാണത്. പിന്നെ ചെറിയ കാർട്ടൂൺസ് ഇപ്പോഴും ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ട് ചിരിക്കുന്ന എത്ര പേരുണ്ടാവും?
ഞാനുണ്ട് ഇവിടെ. എനിക്ക് ഇപ്പോഴും ടോം ആൻഡ് ജെറി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടുകൊണ്ട് ചിരിക്കും. അപ്പൊ ഞാൻ വല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടോം ആൻഡ് ജെറി വെച്ചിട്ട് കണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പറയും തെരപ്പി കയറി പോകും, മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയും. പക്ഷെ അതെന്താണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എൻജോയ് ചെയ്യാണ്. ആ ടൈമിലേക്ക് നമ്മുടെ മറ്റുള്ള ടെൻഷനും മറ്റുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ കുറച്ച് ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ചിരിപ്പിക്കാനായിട്ട് ഈ തമാശകൾക്ക് പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും ഈ ഒരു തമാശ എന്നൊക്കെ പറയുന്നത് അവരുടെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിയർ ആണ്. ഫിയറിനെ കുറിച്ച് ആരാ റെഡി ആയിരിക്കുന്നത്? നോക്കട്ടെ ആരാണ്. ഫിയർ സൗഫിയ ആണോ? ഇല്ല കേട്ടോ, ആളില്ല. അപ്പൊ ഫിയറിനെ കുറിച്ച് വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡിയാണോ നെക്സ്റ്റ് ക്ലാസ്സിൽ? മൃദുല എഴുതട്ടെ പേര്? നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഓക്കെ, മൃദുല പ്രിപ്പയർ ചെയ്തിട്ട് വരണോണ്ട് ഫിയറിനെ കുറിച്ചിട്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മിസ്. ഓക്കെ മേഡം. Good afternoon, ma'am. Today we are discussed about the topic role of emotions. The points affection and humor are discussed by Nitya and Salma, and also 4 students show their activity hygiene chart. The most important human emotion is affection, and humor controls our stress and tensions. Thank you, ma'am. Thank you so much. താങ്ക് യു ഓൾ. അപ്പൊ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാൻഡ് പേപ്പർ അങ്ങനെയും കുറച്ചുപേര് കാണിച്ചു മാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you.